ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഇന്നലത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുന്നിൽ നമ്മുടെ ജിൻഡോയെ വളരെ മികച്ച രീതിയിലൊന്ന് നാണം കെടുത്തി, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ മോശമായ രീതിയിലൊന്ന് ചിത്രീകരിച്ച് ആളാകാൻ നോക്കിയ വ്യക്തിയാണ് നമ്മുടെ നന്ദന. എന്താണെന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. വേറൊന്നുമല്ല, ആ ഒരു ഗെയിമിനിടയിൽ ജിൻഡോ നമ്മുടെ സായിനെ നട്ടല്ലില്ലാത്തവനെ എന്ന് വിളിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നട്ടല്ലിതായിട്ട് കിടക്കുന്നവൻ എങ്ങനെ ഗെയിം കളിക്കും എന്ന രീതിയിൽ പറഞ്ഞുവെന്നും പറഞ്ഞ് ആക്ഷേപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നന്ദന ലാലേട്ടൻ്റെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് ഒരാളെ മോശമായി ചിത്രീകരിച്ചത് വളരെ മോശമായി പോയി. ജിൻഡോയെ മോശക്കാരനാക്കി എടുക്കാനാണ് നന്ദന അവിടെ ശ്രമിച്ചത്. നമ്മൾ പ്രേക്ഷകരായ നമ്മളും ആ ഒരു സമയത്ത് ജിൻഡോയെ കുറ്റപ്പെടുത്തിയിരുന്നു, അങ്ങനെ പറയരുത് എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു. ജിൻഡോ എന്തായാലും ആ ഒരു സംഭവം നടന്നതിന് ശേഷം സായിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിരുന്നു. ആ ഒരു ഗെയിമിനിടയിൽ സംഭവിച്ചതാണ്, അതൊരു ഗെയിമിന് വേണ്ടിയിട്ട് സംഭവിച്ചതാണ്. നന്ദന ഇങ്ങനെ പറയുമ്പോഴും ലാലേട്ടൻ്റെ മുന്നിൽ ജിൻഡോയെ താറടിച്ച് കാണിക്കാനാണ് നന്ദന അവിടെ ശ്രമിച്ചത്. വളരെ എന്താ പറയുക, ഒന്ന് ആൾ കളിച്ച് ഒന്ന് ഷോ ഓഫ് നടത്താമെന്ന രീതിയിലാണ് നന്ദന വന്നത്. എന്നാൽ എന്താ പറയുക, നന്ദന തനിക്ക് നേരെ ചെയ്ത അസ്ത്രത്തെ തിരിച്ച് നന്ദനയുടെ നെഞ്ചത്ത് തന്നെ തറച്ചു കയറ്റിയിരിക്കുകയാണ് ജിൻഡോ. ലാലേട്ടന് മുന്നിൽ വെച്ച് ജിൻഡോ പറഞ്ഞു, ലാലേട്ട വേറൊന്നുമല്ല, അതൊരു മത്സരമായിരുന്നു. ആ ഒരു ടാസ്കിനിടയിൽ ഞാൻ എതിർ മത്സരാർത്ഥിയെ തളർത്താൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ സംസാരിച്ചതും ആ ഒരു മത്സരാർത്ഥിയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിച്ചതും. അത് കഴിഞ്ഞ് സായിയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പും പറഞ്ഞിരുന്നു. എന്നാൽ നന്ദന അങ്ങനെയല്ല. ഒരു മത്സരമോ അല്ലെങ്കിൽ ടാസ്കിനിടയിലോ അല്ലാതെ തന്നെ അഭിഷേക് ജഗദീപ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇവിടെ ഏറ്റവും കൂടുതൽ നട്ടലില്ലാത്തവനെ എന്ന് വിളിച്ച ഒരു വ്യക്തിയാണ് നന്ദന. അപ്പോൾ ടാസ്കിനിടയിൽ അല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നന്ദന ഈ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് എന്ത് നിലപാടാണുള്ളത്, എന്ത് നിലവാരമാണുള്ളതെന്നാണ് നമ്മുടെ ജിൻഡോ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നന്ദനയോട് ചോദിക്കുന്നത്. അതായത് ആ ഒരു ചോദ്യത്തിൽ തന്നെ നന്ദനയുടെ ഫ്യൂസ് കംപ്ലീറ്റ് പോയി. കാരണം ജിൻഡോയെ നാണം കെടുത്തി വേറൊരു രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് തരികയായിരുന്നു നന്ദന അവിടെ ചെയ്തത്. എന്നാൽ താൻ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെ തനിക്ക് നേരെ തിരിച്ചു വന്നപ്പോൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കോപ്രായങ്ങളും കോഷ്ടിയും കാണിച്ച് എങ്ങനെയൊക്കെയോ തടി ഊരാനുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു നന്ദനയാണ് പിന്നീട് കണ്ടത്. ലാലേട്ടൻ പോലും അത് ഒരു വലിയ കാര്യമാക്കാതെ നമ്മുടെ ജിൻഡോ പറയുന്നത് കേട്ടിട്ടൊന്ന് പുഞ്ചിരിച്ച് അവിടുന്ന് ആ ഒരു ടോപ്പിക്ക് തന്നെ ഒഴിവാക്കി വിടുന്ന ഒരു സംഭവമാണ് നമ്മളെല്ലാം ലൈവിൽ നമ്മൾ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ കാണാനിടയായത്. എന്താണെങ്കിലും ജിൻഡോ അത് കൊടുക്കേണ്ട സംഭവം കൊടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാം. ജിൻഡോ എല്ലാവരും മണ്ടനാണ്, പൊട്ടനാണ്, നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സീസൺ 6 തുടങ്ങിയത് മുതൽ ഒരേ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ പടിപടിയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. ഒരു രീതിയിൽ ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു പുറകോട്ട് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരു സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജിൻഡോ. ആർക്കെതിരെ എങ്ങനെ എവിടെ കൊടുക്കണമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ടുമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെതിരെയാണ് നന്ദന ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ച് സ്വന്തമായി അത് ഏറ്റെടുത്ത് നാറിപ്പുഴുത്തിരിക്കുന്ന ഒരു അവസ്ഥ കാണേണ്ടി വന്നത്. എന്തായാലും നന്ദനയ്ക്ക് അത് കിട്ടേണ്ടത് തന്നെ കിട്ടി, ജിൻഡോ കൊടുക്കേണ്ടത് വേണ്ട രീതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.